വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് പാടിന് വലിയ പണികളൊന്നും ഇല്ലെന്ന് കേട്ടോ. ജസ്റ്റ് ഞാൻ ഡെസ്കിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു, കട്ടൻ നീക്കി ബെഡ് റെഡിയാക്കി, അതൊക്കെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇന്ന് ദോശയും ചട്നിയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ദോശയും ചട്നിയും, ഈ ഒരു വൈറ്റ് ചട്നിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല, അത് തന്നെയാണ് കഴിക്കണത്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അധികം ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് വീഡിയോസ് അല്ലേ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ എൻ്റെ ഓരോ ഡേയും പോണത്. രാവിലെ എണീക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്നും ഈ ബെഡ് റെഡിയാക്കണതും അങ്ങനത്തെ ഒന്നും കാണിക്കാത്തത്. അതൊക്കെ എന്നും ചെയ്യണോണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണിക്കണേന്നുള്ളൂ. അത് പിന്നെ അധികം ആൾക്കാർക്കും അങ്ങനെ തന്നെ ആവൂലേ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉള്ളൊരു 10-20 മിനിറ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ എന്നും ഒരേപോലെ തന്നെ ആവൂലേ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ഞാൻ മുകളിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് വേഗം മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് മടക്കാൻ എനിക്ക് തന്നെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. അപ്പോൾ ഹിജാബ്സ് ആണെങ്കിലും വേറെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ മടക്കണ ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് മടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ എഡിറ്റിങ്ങും കൂടെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു ഒരു ഐസ്ഡ് കോഫി ഉണ്ടാക്കാമെന്ന്. കാരണം കുറച്ചധികം ദിവസമായി ഞാനിങ്ങനെ കോൾഡ് കോഫി, ഐസ്ഡ് കോഫി, അങ്ങനത്തെ തണുത്ത കോഫി ഐറ്റംസൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഒന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അടുക്കളയിൽ വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ ഞാൻ കരുതിയത് ഇന്ത്യയിലുള്ള കോഫി ഫ്രോത്തർ യൂസ് ചെയ്തിട്ട് ഒന്ന് ക്രീമി ആയിട്ട് ചെയ്യാമെന്നാണ്. പക്ഷെ അത് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വർക്ക് ചെയ്യണില്ല, ബാറ്ററി തീർന്നിട്ട് എന്തോ ഉണ്ട്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ആവും കേട്ടോ. അപ്പോൾ ബാറ്ററി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ ശരിയാവലുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ നോക്കി, പക്ഷെ എന്നിട്ടും വർക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പം ബാറ്ററി തീർന്നത് തന്നെയാണ്, കാരണം വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ ബാറ്ററി മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ അധികം അതിമൊന്ന് പണിയെടുക്കാതെ ഞാൻ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ കുറച്ചധികം നേരം അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ അത് ഏകദേശം ഒന്ന് ഈ രീതിയിലായപ്പം പിന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം പിൻട്രസ്റ്റിലൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കാണ് കേട്ടോ ചെയ്യണത്. അത് പിന്നെ ഈ ഒരു ആപ്പ് തുറന്നാൽ സമയം പോണതേ അറിയില്ല. എന്തിനാണോ തുറന്നത് ആ ഒരു കാര്യമൊന്നും ആവില്ല നോക്കണത്. വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പം അതും പിന്നെ അത് റിലേറ്റ് ആയിട്ടുള്ളതും അങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഗ്ലാസ് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞ് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാമെന്നുള്ളത്. ഗ്ലാസ് അല്ല, ഫൈബറാണ്, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അതിൽ ഇങ്ങനെ ഒഴിച്ചിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ ഇന്ന് കപ്സയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇമ്മ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. ഞാനിങ്ങനെ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കലുള്ളത്. ഞാൻ പറയാൻ കാരണം ചിലവർ യോക്കും വൈറ്റും രണ്ടും മിക്സ് ചെയ്തിട്ടും ചെയ്യലുണ്ട്. അങ്ങനെ അത് റെഡിയാക്കിയതിന് ശേഷം പിന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാത്രവും ഞാൻ നേരത്തെ കോഫി ഇടിച്ചിട്ടുള്ള ഗ്ലാസും അതൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ കഴിയും കേട്ടോ. ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം നേരത്തെ തന്നെ കഴിയും. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷ് ആവുകയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അതിന് ശേഷം പിന്നെ നിസ്കാരവും ഓത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ കപ്സ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ മയോണൈസിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം കെച്ചപ്പാണ് കേട്ടോ. ഞാൻ അതാണ് കൂടുതൽ എടുക്കൽ. അപ്പോൾ ടി വിയിലൊരു മൂവിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ കഴിക്കണത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ അതൊക്കെ കണ്ടിരുന്നിട്ടാണ് പിന്നെ വീഡിയോ എടുത്തത്. ഇനി എനിക്കൊരു ഡ്രസ്സിൻ്റെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പാണ്, സാധാ ഓപ്പൺ ഉള്ളൊരു ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ടോപ്പാണ്. പക്ഷേ ഇതിന് സ്ലീവ് ഫുള്ളില്ല, 3/4 അല്ല ഫുൾ സ്ലീവ് അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. അപ്പോൾ എനിക്കൊന്നും കൂടെ ഇഷ്ടം ഫുൾ സ്ലീവ് ഡ്രസ്സ് ആയതുകൊണ്ടും പിന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര ലെങ്ത്ത് വേണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് സ്ലീവിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പം സ്ലീവിന് കുറച്ചും കൂടെ ഇറക്കം കിട്ടുമല്ലോ. ഇത്ര സ്ലീവ് ഇറക്കം വന്നിട്ട് വലിയൊരു രസമല്ല കേട്ടോ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മേക്ക് ഓവർ കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിന്മേൽ പണിയെടുക്കാൻ പോണത്. ആദ്യം എനിക്ക് എത്ര വേണം സ്ലീവിൻ്റെ ഇറക്കം എന്നുള്ളതും പിന്നെ ഇതിനുള്ള ഇറക്കം എത്രയെന്നൊക്കെ ഒന്ന് അളന്ന് നോക്കിയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 4 ഇഞ്ചസ് ഇനി എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ ആ ഒരു 4 ഇഞ്ചസാണ് ഞാൻ താഴെ നിന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ അത് കറക്റ്റ് 4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും രണ്ടൊന്നും ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ രണ്ടും സെപ്പറേറ്റ് വരച്ചിട്ടാണ് കട്ട് ചെയ്യണത്. കാരണം ഒരുമിച്ച് അളവെടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ലോത്ത് നീങ്ങിപ്പോയാൽ അളവ് മാറാൻ ചാൻസ് ഉണ്ട്, മീൻസ് കട്ട് ചെയ്തത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്യാമെന്ന്. ഈ ഒരു ടോപ്പിൽ തന്നെ ഇങ്ങനെ ഒരു മെഷീൻ എംബ്രോയ്ഡറി ഫ്ലോറൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും താഴെ ഉള്ളതുകൊണ്ട് സ്ലീവിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിലായിട്ട് അതുണ്ടാവും. ഞാൻ വിചാരിക്കണത് സാധാരണ നമ്മളിങ്ങനെ ഒരു സ്ലീവ് പോലെ ഇപ്പോൾ ഉള്ള സ്ലീവിൻ്റെ തന്നെ ബാക്കിയായിട്ട് അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വെച്ചതാണെന്നുള്ളത് മനസ്സിലാവും. കാരണം ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടയാളം ഉണ്ടാവില്ല, നമ്മളെന്തോ ഇങ്ങനെ അതിൻ്റെ കൂടെ ഏച്ച് വെച്ച പോലെ ഉണ്ടാവും. പിന്നെ ഇതിങ്ങനെ സ്ട്രിപ്സ് ആണല്ലോ, അപ്പോൾ നേരെ ഈ ഓരോ വരയും നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മളവിടെ വേറെ ഏതോ ഒരു ക്ലോത്ത് വെച്ച് അടിച്ചതാണ് എന്നുള്ളത്. അതുകൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ടൈപ്പ് സ്ലീവ് ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ കരുതിയത് എലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ്. അതായത് സ്ലീവിൻ്റെ എൻഡിലല്ല, കുറച്ച് മുകളിലായിട്ട് എലാസ്റ്റിക് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ള സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിൻ്റെ എൻഡിലായിട്ട് എലാസ്റ്റിക് വെക്കാമെന്നാണ് വിചാരിക്കണേ. പറയുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് 2 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം ചെയ്യാനുള്ള പണി ഇതിൻ്റെ സ്റ്റിച്ച് അയക്കുക എന്നുള്ളതാണ്. ഇത് സ്റ്റിച്ച് അയക്കാതെ ഈ സ്ലീവിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, പക്ഷെ അതൊരു ഫിനിഷിങ് കുറവുണ്ടാവും. പിന്നെ എനിക്കൊന്നും കൂടെ എളുപ്പം ഇതിൻ്റെ സ്റ്റിച്ച് അഴിച്ചിട്ട് ചെയ്യണതാണ്, അപ്പോൾ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സ്റ്റിച്ച് അയക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് കേട്ടോ ശരിക്കും പണി കിട്ടിയെന്ന് മനസ്സിലായത്. കാരണം 1, 2 എന്നല്ല, അതിനൊരു 3-4 ലെയർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്.
അങ്ങനെ പിന്നെ കുറച്ചധികം നേരം എടുത്തിട്ട് ഞാൻ ഓരോന്നായിട്ട് അതിന് എടുത്ത് മാറ്റുന്നുണ്ട്. കുറച്ച് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തു. പിന്നെ മഴ കൂടിയപ്പോൾ ഒന്ന് ഇരുട്ടായ പോലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സിറ്റ് ഔട്ടിൽ പോയിട്ട് ചെയ്യാം, എന്നാൽ മഴയും കാണാമല്ലോ, കുറച്ച് വെളിച്ചം കിട്ടിക്കോളെന്ന് കരുതിയിട്ട് ബാക്കി സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ കുറേ നേരം എടുത്തിട്ട് ഞാൻ അതിൻ്റെ രണ്ടിൻ്റെയും സ്റ്റിച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ സൈഡിലുള്ള സ്റ്റിച്ചും പിന്നെ ഇത് ഒന്നിങ്ങനെ മടക്കി അടിച്ചതാണല്ലോ, അപ്പോൾ മടക്കി അടിച്ചതും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഈ സ്ലീവ് മറ്റേ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോണത്. കാരണം അതിൻ്റെ ഒന്ന് അടയാളം കാണണ്ട, വൃത്തികേടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെച്ചതാണെന്ന് പുറത്തുനിന്ന് വേറൊരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവരുത്. ഇതിൽ ഓൾറെഡി ഉള്ള പോലെ വേണം, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ഇത് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഒരു പീസ് തന്നെ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം കൊള്ളണുണ്ട്, അപ്പം ഇനി വെറുതെ മറ്റേ പീസ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്കത് നീളം കുറവാണെന്ന് തോന്നിയോണ്ട് പിന്നെ ഞാൻ അത് അയച്ചിട്ട് മറ്റേ വലിയ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്തതൊന്നും ബാക്കിൽ നിന്ന് കട്ട് ചെയ്തതൊന്നും അങ്ങനെ രണ്ട് സ്ലീവിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെയ്യണത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ താഴെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഇവർ ഓൾറെഡി ഇത് അടിച്ച് തന്നതല്ലേ, അപ്പോൾ ആ ഒരു മടക്കി അടിച്ചൊരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇടാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ. എന്നാൽ പിന്നെ നമുക്ക് വേറെ അടിക്കും വേണ്ട, കറക്റ്റ് ആ ഒരു വൃത്തിയിൽ തന്നെ നിന്നോളും. അങ്ങനെ ഏകദേശം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കി എങ്ങനെ അടിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം അതിക്ക് വേണ്ടിയിട്ടുള്ള നൂലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം റെഡ് ആയതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ഒരു ചെറുതെടുത്തു, പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വലുത്. അപ്പോൾ പിന്നെ അതെടുത്ത് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെഷീനുള്ള സ്ഥലത്തു നിന്നും കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീക്കിയിട്ടാണ് കേട്ടോ, ജനലിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോണത്, കുറച്ചധികം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യണതൊന്നും ഞാനങ്ങനെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് കാണിച്ചു തരാം. സ്ലീവ് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടോപ്പിൻ്റെ താഴെ കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ കാലത്തിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യണത്. ആദ്യം കിടക്കിടക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ അടിച്ച് നോക്കലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസമായിട്ട് നോക്കൽ തന്നെയല്ല. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് കൂടി ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇനിയും ക്ലോത്ത്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സമയം കിട്ടണ പോലെ. അങ്ങനെ ഇതായിപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ, ഞാൻ ഈ ഒരു മോഡൽ തന്നെയാണ് വിചാരിച്ചത്, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് ഇവിടെ കൊടുക്കാം. ഇങ്ങനെ സ്ലീവ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തതാണെന്ന് അങ്ങനെയൊന്നും മനസ്സിലാവണേയില്ല കേട്ടോ.
കാരണം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്ത സൈഡിലാണല്ലോ എലാസ്റ്റിക് വെച്ചത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തീരെ മനസ്സിലാവണില്ല. ശരിക്കും അതിമുള്ള പോലെ തന്നെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നതും. പിന്നെ ഞാൻ മെഷീൻ എടുത്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഡെസ്കിലുള്ള സാധനങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതും ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു, ഇത് കട്ട് ചെയ്തിട്ടുള്ള പീസും അതൊക്കെ. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണുണ്ട്. ഇതിൽ നിന്ന് വലിയ സൈസിലുള്ള പീസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടോ. നല്ല രസമല്ലേ ഇത് കാണാൻ, ഇങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയിലായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് വലുതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ചായക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ ഇവിടെ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും സ്നാക്കായിട്ട് ഉണ്ടാക്കാമെന്നാണ് ആദ്യം കരുതി. പിന്നെ വിചാരിച്ചൊരു കേക്ക് ബേക്ക് ചെയ്യാമെന്ന്. കാരണം കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ബേക്ക് ചെയ്തിട്ടൊക്കെ. അതുകൊണ്ട് ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ വെറുതെ ചായൻ്റെ ഒപ്പൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ആയി ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഇതിന് യൂസ് ചെയ്യണ പാത്രങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ വേറെ ഒന്നിനും എടുക്കൂലല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ശരിക്കും ഒന്ന് കഴുകണുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഷുഗർ ക്യാരമൽ ചെയ്തിട്ടാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ക്യാരമൽ ചെയ്യാൻ വേണ്ടി വെച്ചാൽ പിന്നെ അതൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് റെഡി ആവുമല്ലോ. അങ്ങനെ അത് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാൻ ബാക്കി കേക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇപ്പോൾ ഇതിലേക്ക് 2 വലിയ സൈസിലുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. ആദ്യം ഒന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇനിയിപ്പം മറ്റേത് അവിടെ വെച്ചാൽ അത് വേറെ ഒന്നിനും യൂസ് ചെയ്യാതെ അങ്ങനെ കേടായി പോകുമെന്ന് കരുതിയിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ അതായത് ഒരു 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ മുന്നേ ഞാൻ ഇതേപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് പുറത്തൊക്കെ സെയിൽ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്യലും ഇല്ല, അതിമക്ക് നോക്കലേ ഇല്ല. ഒന്നാമത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റർ ഒരു ദിവസം പെട്ടെന്ന് കേടായി. പിന്നെ അത് ഇന്ത്യൻ മെയ്ഡ് അല്ലായിരുന്നു, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതിനു. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടും അത് ശരിയാക്കാൻ പറ്റാതെ പിന്നെ അതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ പിന്നെ അങ്ങനെ ബേക്കിങ്ങും സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വേറെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ കോളേജും അതിൻ്റെ കുറേ വർക്കും കാര്യങ്ങളും എക്സാം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിമക്ക് വല്ലാതെ നോക്കിയില്ല. അതിൻ്റെ ശേഷം പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ബീറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിങ്ങനെ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയേ പറ്റുള്ളൂ. നമ്മൾ സെയിൽ ചെയ്യാനുള്ള കേക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് അങ്ങനെ വലിയൊരു യൂസ് ഇല്ല, കാരണം കുറേ നേരം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ടുള്ളത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് അത് നിന്നിട്ട് പിന്നെ അത് വർക്ക് ചെയ്യണില്ല. എത്ര നോക്കിയിട്ടും അത് ഒന്നും ആവണില്ല. എന്നിട്ട് പിന്നെ ഞാൻ പകുതി ബീറ്റ് ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അപ്പുറത്ത് മൂത്തമാൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഓലെടുത്തുള്ളത് വാങ്ങിയിട്ടാണ് കേട്ടോ ബാക്കി ചെയ്തത്. കാരണം പകുതി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി നോക്കിയേനെ. ഇതിപ്പോൾ പകുതി ബീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫുള്ളാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ ബീറ്റർ കൊണ്ടുവന്ന് ചെയ്തതാണ്. അങ്ങനെ തന്നെ ഞാൻ കേക്കൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോഡ് പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്.
അരമണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പം അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സാധാരണ ചെയ്യുമ്പോൾ ഇതിലാറെ കുറച്ചും കൂടെ പൊന്തി വരലുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഇതിൻ്റെ സൈസ് കൂടുതലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നണ പഴം അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിയോണ്ടാണോ എന്നറിയില്ല, അത്ര അങ്ങോട്ട് ഫ്ലഫി ആയിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് എൻ്റെ കയ്യിലുള്ള 2 ടോപ്പ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റിച്ച് ഒന്ന് അയക്കണം, കാരണം ഇതിപ്പോൾ കുറച്ച് ടൈറ്റല്ല കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ എനിക്കൊന്ന് ലൂസായിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ച് സ്ലീവിൻ്റെയും ബോഡീൻ്റെയൊക്കെ സ്റ്റിച്ച് ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ എന്നോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സത്യത്തിൽ ഞാൻ മറന്നു പോയതായിരുന്നു. പിന്നെ ഇന്ന് ആ മറ്റേ ഡ്രസ്സിൻ്റെ സ്ലീവ് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് അഴിച്ചപ്പോഴാട്ടോ ഇത് 2 ഇങ്ങനെ മാറ്റി വെച്ചിരുന്നല്ലോ എന്നുള്ള ഓർമ്മ വന്നേ. അപ്പോൾ ഇന്ന് രാത്രി അങ്ങനെ ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. ഇതിൽ ഈ ഒരു വൈറ്റ് ടോപ്പ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മുന്നേ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. വൈറ്റ് കംപ്ലീറ്റ് അങ്ങനെ സ്റ്റിച്ച് അയച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ 2ൻ്റെയും സ്റ്റിച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അയച്ച് അത് 2ഉം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്ന് പിന്നെ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാനൊരു ബുക്കും കൂടെ വായിക്കാമെന്ന് കരുതി. ഇത് കുറേ ദിവസമായിട്ടോ വായിച്ചിട്ട്. കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ 1 പേജോ 2 പേജൊക്കെ വായിച്ച് വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഈ ഒരു ബുക്ക് വായിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഇത് വായിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡിൽ നിന്ന് തന്നെ വായിക്കാമെന്ന്. എന്നാൽ പിന്നെ ഉറക്കം വരുമ്പം നേരെ ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.